ഹലോ പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? വിശേഷങ്ങളൊക്കെ ഒന്ന് എല്ലാവരും കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണേ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കണ്ടില്ലേ, ഒരു കുഞ്ഞൻ ഷിപ്പാണ് കേട്ടോ. മുഴുവനായിട്ടും ചിരട്ടയിൽ ഉണ്ടാക്കിയെടുത്തേക്കുന്നത് തന്നെയാണ്. അപ്പോൾ വീഡിയോ കൂട്ടുകാരെല്ലാവരുമായിട്ട് മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. മുഴുവനായിട്ട് ചിരട്ടയിൽ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിനായി നമ്മൾ എടുത്തിരിക്കുന്നത് തൊടിയിൽ നിന്ന് കിട്ടിയ കേടായ നാളികേരമാണ്. അത് ഏകദേശം സെൻറ്റർ ഭാഗം വരുന്ന രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ആ കേടായ ഭാഗങ്ങളൊക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് പീസുകൾ ഇതേ രൂപത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഈ ഹോൾഡ് ചെയ്ത് നിർത്താനുള്ളതാണ് ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും. ഏകദേശം ചെറിയ പീസുകളായിട്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് അതൊന്ന് സാൻഡർ പേപ്പർ വെച്ചിട്ട് നമ്മളൊന്ന് പേപ്പർ ഇട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഏകദേശം മൊത്തത്തിൽ നമുക്ക് വേണ്ട ഭാഗങ്ങളൊക്കെ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് മിനുസപ്പെടുത്തി എടുത്തിട്ടുണ്ട്. ഇതത് ഹോൾഡ് ചെയ്ത് നിർത്താനുള്ളതാണ്. അതിൻ്റെ തലഭാഗം കട്ട് ചെയ്തിട്ട് നമ്മളത് ലാസ്റ്റ് ഇതിലേക്ക് ഹോൾഡ് ചെയ്ത് നിർത്തും. പിന്നെ നമുക്ക് വേണ്ട ഈ പായുടെ വശങ്ങളൊക്കെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ആക്സ് ബോർഡ് വെച്ചിട്ട് തന്നെയാണ് മുഴുവനായിട്ട് കട്ട് ചെയ്തെടുത്തത്. വര അവിടെ നിർത്തിയിട്ട് കുറച്ച് കട്ട് ചെയ്തിട്ട് നമ്മളത് ഗ്രൈൻഡർ വെച്ചിട്ട് റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ചിരട്ടയുടെ ആ കണ്ണുള്ള ഭാഗങ്ങളൊക്കെ നമ്മളൊന്ന് പൊടിയിട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. ഗ്രൈൻഡർ എടുത്തിട്ട് നമ്മൾ എല്ലാ ഭാഗങ്ങളും ഒന്ന് കറക്റ്റാക്കി അത് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഹോൾഡ് ചെയ്താണ് ചെയ്യുന്നത്. ഏകദേശം ഇത്തരത്തിലുള്ള പീസുകൾ വെച്ചിട്ടാണ് നമ്മളത് ചെയ്തെടുക്കുന്നത്. അതിൻ്റെ തലഭാഗം വരുന്നിടത്ത് വെക്കാനുള്ളതാണ്. ഒരു ഫ്ലാഗാണ് നമ്മളത് ചെയ്തെടുത്തേക്കുന്നത്. ഇനി നമുക്ക് വേണ്ട രീതിയിൽ അത് ഹോൾഡ് ചെയ്ത് നിർത്താനുള്ള ഓരോ ഭാഗങ്ങളും ചിരട്ടയിൽ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഭാഗം നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. രണ്ട് വശങ്ങളിലായിട്ട് നമ്മളത് ഒട്ടിച്ചെടുത്തിട്ട് അതിലേക്ക് ചെറിയ രണ്ട് പീസുകൾ വെച്ചിട്ട് അതിൽ മറ്റുള്ള ഭാഗങ്ങൾ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് സെൻറ്ററിലേക്ക് വരുന്ന ഭാഗമാണ്, അത് അല്പം നീളത്തിൽ കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് വേണ്ട രീതിയിലൊന്ന് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ടത് നമ്മൾ ശരിക്ക് നേരാവണ്ണം ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അല്പം നീളത്തിൽ വരുന്ന രീതിയിൽ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അത് ഇതിൻ്റെ സെൻറ്റർ ഭാഗങ്ങളിൽ ഇങ്ങനെ ഒട്ടിച്ചിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ അതിൽ വെച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിന് മുന്നായിട്ട് നമ്മൾ രണ്ട് വശങ്ങളിലായിട്ടുള്ള ഭാഗങ്ങളിൽ ചെറിയ സംഭവങ്ങൾ ഒട്ടിച്ചെടുത്തിട്ട് ഇതുപോലെ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഏകദേശം നമ്മൾ ഈ രൂപത്തിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായി ബലപ്പെടുത്തി എടുക്കണുണ്ട്. അതിൻ്റെ മേൽഭാഗങ്ങളിൽ നമ്മൾ ഇതുപോലെ വെച്ചിട്ട് തന്നെയാണ് ഒട്ടിച്ചെടുക്കുന്നത്. രണ്ട് ഭാഗവും ഒട്ടിച്ചിട്ട് പൊടിയൊക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ വരുന്ന രീതിയിൽ ചെയ്തെടുക്കുകയാണ്.
അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എന്നെ അറിയിക്കുക. എനിക്കത് നല്ലൊരു പ്രോത്സാഹനമാണ്. അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാം തന്നെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ നമുക്കത് ആയി കിട്ടിയിട്ടുണ്ട്. ഏകദേശം കണ്ടില്ലേ, നമ്മൾ താഴെ ഭാഗത്ത് വട്ടം കട്ട് ചെയ്തെടുത്തിട്ട് ചെറിയ 2 പീസുകൾ 2 ഭാഗങ്ങളിലായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. കാഴ്ചയ്ക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അത് ഹോൾഡ് ചെയ്ത് നിർത്താനുള്ള ഒരു ഭാഗം കൂടെ നമ്മളൊന്ന് ചെറിയ മുറി ചിരട്ടയിൽ നിന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം ഈ രൂപത്തിലാണ് നമുക്കിത് കിട്ടിയേക്കുന്നത്. ഇത് ശരിക്കും നേരവണ്ണം പേപ്പറൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വെളിച്ചെണ്ണ തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ ഭാഗങ്ങളും നമ്മൾ ഒരുവിധമൊക്കെ പേപ്പർ ഇട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു കോട്ട് നല്ല വെളിച്ചെണ്ണ എടുത്തിട്ട് അതിൽ തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് ഉണങ്ങിയതിന് ശേഷം അടുത്തൊരു കോട്ട് കൂടെ നമ്മൾ അതിലേക്ക് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ തേക്കും തോറും നല്ല രീതിയിൽ നല്ല ഭംഗിക്ക് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഒന്ന് ഉണങ്ങിയതിന് ശേഷം നമ്മൾ അതിലേക്ക് ഇനി സ്ലീക്ക് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഏകദേശം അത് നല്ല രീതിയിൽ നമുക്ക് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ സ്ലീക്ക് അതിലേക്ക് നന്നായിട്ട് തന്നെ അടിച്ചെടുക്കുന്നുണ്ട്. ഒരു കോട്ട് ഉണങ്ങിയതിന് ശേഷം നമ്മൾ വീണ്ടും ഒരു കോട്ട് കൂടെ അതിലേക്ക് അപ്ലൈ ചെയ്യുന്നതാണ്. സ്ലീക്ക് അടിക്കുമ്പോൾ നല്ല വൃത്തിക്ക് തന്നെ നമുക്കത് കിട്ടുന്നുണ്ട്. കണ്ടില്ലേ, നല്ല തിളക്കത്തിൽ നല്ല മനോഹരമായിട്ട് തന്നെ നമുക്കത് കിട്ടുന്നുണ്ട്. എല്ലാ ഭാഗങ്ങളിലും നമ്മൾ ഒരു കോട്ട് സ്ലീക്ക് നല്ല രീതിയിൽ തന്നെ അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ചിരട്ടയിലെ അതിമനോഹരമായ ക്രാഫ്റ്റ് വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്കത് എല്ലാം കഴിഞ്ഞതിന് ശേഷം സ്ലീക്കൊക്കെ നന്നായി ഉണങ്ങി നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക. ഇത്തരം വീഡിയോകൾ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുകയും കൂടി ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ വാച്ച് ചെയ്തതിന് എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണും വരേക്കും എല്ലാവരോടും ഞാൻ ബൈ പറയുന്നു.